എങ്ങനെ എന്റെ അമ്മേ, കറങ്ങിത്തിരിഞ്ഞങ്ങനെ എത്തി. അപ്പൊ ഇതാണ് മാടമ്പിത്തറവാട്. ആരാ? ഒന്ന് പിടിച്ചേ. ആരാ? ഇത് മാടമ്പിത്തറവാടിലെ മഹാമാന്ത്രികൻ മാധവ ഗുരുക്കൾ. ഇത് കാർത്തിയാനി അമ്മ. ഒന്ന് പറയാ, ആരാ കുട്ടിയെ? ഒന്ന് മാറിക്കേ. ആരാ? എന്താ ഇത് സേതുവിന്റെ കൂടെ ഒളിച്ചോടിയ ഗായത്രി ദേവി. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ആരാന്ന് പറയൂ കുട്ടിയെ. ടെൻഷൻ അടിക്കാതെ രാമണി നേരെ. പക്ഷേ നങ്ങേലി മുത്തശ്ശിയുടെ പടം മാത്രം കാണാനില്ലല്ലോ. ഇത് നങ്ങേലി മുത്തശ്ശി. ആരാ? ഞാൻ ആരാണെന്ന് മുത്തശ്ശിക്ക് പറയാമോ? നിന്റെ കണ്ണും മൂക്കും സംസാരവും ചിരിയൊക്കെ കാണുമ്പോ എന്റെ മനസ്സ് പറയണു, എന്റെ ഗായത്രി കുഞ്ഞിലുണ്ടായ മോനാണെന്ന്. രാസ്നാദിപ്പൊടിയിൽ എന്തൊക്കെയോ മരുന്നുകൾ ചേർത്തിരിക്കണു. ഭദ്ര, നീരിളക്കത്തിന് നല്ലതാത്രേ. ആയിരിക്കും. നല്ല കൈപ്പുണ്യമുള്ള കൈയല്ലേ അവളുടെ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ, ആളെ മനസ്സിലായി നോക്കാം. നമ്മുടെ ഗായത്രിയുടെ മകനാ. എന്റെ ഗായത്രിയുടെ ഗായത്രിയുടെ മോനോ? അതെ, അനന്ത. ഗായത്രി അമ്മ വരില്ല. എനിക്കറിയാം അവള് വരില്ലാന്ന്. എന്നാലും കാലം കഴിയാൻ പോണ ഞങ്ങളെ പോലെയുള്ളവർ ഇവിടെ ഉണ്ടെന്നുള്ളത് ഓർത്തില്ലല്ലോ അവള്. അതമ്മാവ രഥോത്സവത്തിന് ദേവിയാക്കാൻ പട്ടുടുപ്പിച്ച് നിർത്തിയതാണ് അവളെ. ആ രൂപ ഇപ്പോഴും കണ്ണീന്ന് വാങ്ങിട്ടില്ല. എന്നിട്ടിപ്പോ തുടങ്ങി അവന്റെ ഒരു പഴംപുരാണം. എന്റെ കൈ പിടിച്ച് ഇവിടെ വന്ന് എല്ലാരെയും കാണണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു. ശിവക്കാവിൽ അസ്ഥികലശം വെച്ച് എല്ലാ ചടങ്ങുകളും നടത്തി തറവാട്ടിൽ കലശം സ്ഥാപിക്കണമെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു അമ്മ. ഭാഗ്യം ചെയ്ത കുട്ടിയാവള്. സ്നേഹിച്ച ആളൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലേ? Hey, hold on please. Thank you. Hi, morning. ഗീത. നിങ്ങളുടെ ടീമാ? ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. സോഫ്റ്റ്വെയർ ഓഫീസിൽ ടീം ലീഡേഴ്സ് ഗേൾസിനെ ഹറാസ് ചെയ്യുന്നത് കോമൺ ആണെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാരും പറഞ്ഞു നിങ്ങൾ വളരെ ഡീസന്റ് ആണ്, സിൻസിയർ ആണ്, പെൺകുട്ടികളെ ആണെങ്കിലൊന്ന് തിരിഞ്ഞു പോലും നോക്കില്ലെന്ന്.